ഹലോ, ഇന്നൊരു മോർണിംഗ് റോട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ രാവിലത്തെ ഫുഡ് നമ്മുടെ ദോശയും ചമ്മന്തിയാണ്. ഇന്ന് മകരമാസം 1-ാം തീയതിയാണ്. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് കിടക്കാം. ചമ്മന്തി അരയ്ക്കാം ഫസ്റ്റ് നമുക്ക്. അതിനായിട്ട് ഞാനൊരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ജാറിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, 2 പച്ചമുളക്, അതിൻ്റെ കൂടെ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അധികം എരിവ് വേണ്ട, പൊന്നൂസിന് കൊടുക്കുന്നുണ്ട്, ഞാൻ അധികം എരിവ് ഇടാറില്ല. അപ്പോൾ 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തേങ്ങയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ചമ്മന്തി അരഞ്ഞ് നോക്കാം, നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നല്ല പാകത്തിന് ചമ്മന്തി അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് കടുക് വറക്കാനുള്ള പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ ഗ്യാസ് കത്തിക്കാൻ, നമുക്കെന്നിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഉണക്കമുളക്, കരിവേപ്പിലയൊക്കെ എടുത്ത് വയ്ക്കാം. മാവ് പൊങ്ങിയൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ മാവൊക്കെ നല്ല സൂപ്പറായിട്ട് പൊങ്ങി നിൽപ്പുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഇഡലി ഉണ്ടാക്കാൻ നിന്നില്ല. ഇഡ്ഡലി സാമ്പാറുമാണ് എൻ്റെ സ്ഥിരം. ഇന്ന് ദോശയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും കരിവേപ്പില ഇട്ട് കൊടുത്ത് മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മറന്നുപോയി, അതാണ് അവിടെ കിടന്ന് മൂത്തോണ്ടിരിക്കണേ. ഞാൻ ഗ്യാസ് സിമ്മിലിട്ടേക്കണേ. വെള്ളം ഒഴിക്കാൻ മറന്നുപോയി ചമ്മന്തിക്കകത്ത്. ഓടിച്ചെന്ന് ചമ്മന്തിയിൽ വെള്ളം ഒഴിച്ച് കൊണ്ടുവന്ന് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ചമ്മന്തി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ജാറിൽ ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കാൻ പാടില്ല, എൻ്റെ ജസ്റ്റ് ഒന്ന് തിളച്ച് കേട്ടോ ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ എളുപ്പത്തിന് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. കുഴപ്പമില്ല, ചമ്മന്തിക്ക് കുഴപ്പമൊന്നും വന്നില്ല. ഇച്ചിരി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവേ. ജസ്റ്റ് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായി വരട്ടെ കേട്ടോ. ഇന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട്, തിളയ്ക്കാതെ ചൂടാക്കി എടുത്ത്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മുടെ. നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്ത് ചമ്മന്തി ഈസ് റെഡി കേട്ടോ. ചമ്മന്തി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് പോകാം. ചമ്മന്തി നമുക്ക് മാറ്റി വയ്ക്കാം. ഇളക്കി ഇനി ദോശ ഉണ്ടാക്കാൻ പോകാം. ദോശയ്ക്ക് ഞാൻ തവ എടുക്കുവാണേ. തവ എടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. തവ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ മാവ് ഒഴിച്ച് കൊടുക്കാം. കുട്ടി ദോശയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. വലിയ ദോശക്കല്ല് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ വലിയ ദോശക്കല്ല് മേടിച്ച്. ഇവിടെ ഏറ്റവും ഇഷ്ടം ഇതുപോലത്തെ കുട്ടി ദോശ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. അതാകുമ്പോൾ ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ദോശ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കതങ്ങ് മറിച്ചിടാം. മറിച്ചിട്ട് അതൊന്ന് മൂക്കട്ടെ. ആ സൈഡും കൂടി മൂത്തിട്ട് നമുക്ക് ദോശ എടുക്കാം. അപ്പം എൻ്റെ ചാനലും എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ ഇത് അടുത്ത ദോശയും കൂടി ഞാൻ ഒഴിക്കുവാണേ. ഞാൻ ദോശ ഞങ്ങൾ അപ്പം ചുട്ടെടുക്കുകയോ ചെയ്യുന്നത് കേട്ടോ. ആവശ്യത്തിന് ഞാൻ ചുട്ട് വയ്ക്കാറില്ല ദോശ. ഇപ്പം ദോശ ഇപ്പം 4 ദോശ ചൂടാം എന്ന് വിചാരിച്ചു. ഒരെണ്ണം പൊന്നൂസിനും കൊടുത്ത് ബാക്കി 2 ഞാനും കഴിക്കാം. ഒരെണ്ണം കുഞ്ഞൂസിനും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അമ്പുക്കുട്ടനെ കേട്ടോ. അമ്പുക്കുട്ടന് ദോശ ഇഷ്ടമാണ്, ഇഡലി അത്ര ഇഷ്ടമില്ല അമ്പുവിന്. അപ്പോൾ ഇതാ ചൂടായി വരുന്നുണ്ട്. ദോശയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം കട്ടൻ ചായ വയ്ക്കാം. ഞാൻ വെള്ളം വെച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടൻ ചായയും ദോശയും ചമ്മന്തി ഇന്നത്തെ രാവിലത്തെ ഫുഡാണ്. കട്ടൻ ചായയുടെ വെള്ളം തിളച്ച് വരട്ടെ. നമുക്കതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അല്പം തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. തേയിലപ്പൊടി ഇട്ട് കട്ടൻ ചായ തിളക്കട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുവരെ. അപ്പോൾ കട്ടൻ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കട്ടൻ ചായ. നമുക്കത് വാങ്ങി ഒഴിച്ചു അരിപ്പയിൽ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ പൊന്നൂസ് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് സ്കൂളിൽ പോയി. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ ഒഴിച്ച് ഇനി നമുക്ക് പോയി ഒന്ന് കഴിച്ച് നോക്കാം ദോശയും ചമ്മന്തി എങ്ങനെയുണ്ടെന്ന്. സൂപ്പറായിട്ടുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ.